മഹാലക്ഷ്മി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ CCTVയിൽ നിന്ന് മേഘനാഥന്റെ വിഷ്വൽസ് കാണുകയാണ് മഹാലക്ഷ്മി. കടക്കാരനാണെങ്കിൽ മേഘൻ സാറിനെ പരിചയമുണ്ട്. മേഘൻ സാർ ഇപ്പോൾ അപകടം പറ്റി ആശുപത്രിയിലാണെന്ന് പറയുകയാണ്. ഈ മാർക്കറ്റിന്റെ താരമാണെന്നും ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടെന്നും പറയുന്നു. ഇതെല്ലാം കേട്ടതോടെ തന്റെ പിറകെ നടന്ന് ശല്യം ചെയ്യുന്ന മേഘനാഥനും കണ്ണേട്ടന്റെ അമ്മാവന്റെ മകൻ മേഘനും ഒരാളാണെന്ന് നമ്മുടെ മഹാലക്ഷ്മി തിരിച്ചറിയുകയാണ്. പിന്നീട് ഓഫീസിലേക്ക് പോകാൻ ഭയപ്പെടുന്ന സാഗറിനോട് നമ്മുടെ മേഘൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ പേടിക്കുന്നത് പോലെ ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. അവൾ കണ്ണനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കണ്ണന്റെ ആൾക്കാർ നിന്നെ തേടി ഇവിടെ വന്നിരുന്നേനെ. ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് അവൾ നോമ്പ് നോറ്റ് കാത്തിരിക്കുന്ന സമയമാണിത്. ഈ സമയത്താണ് നിന്നെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരന്റെ പ്രസക്തി. അവൾ ആദ്യമൊക്കെ നിന്നോട് ദേഷ്യമൊക്കെ കാണിച്ചെന്നിരിക്കും, പിന്നെ നിന്റെ അടുത്തോട്ട് തന്നെ വരും. ആ ഒരു ബന്ധം ഒരിക്കലും വിട്ടുകളയാത്ത രീതിയിലുള്ള ഒരു ബന്ധമായിരിക്കും എന്നൊക്കെ നമ്മുടെ മേഘനാഥൻ സാഗറിനോട് പറയുകയാണ്. മേഘന്റെ ആ വാക്കില് സാഗർ ധൈര്യത്തോടെ ഓഫീസിലോട്ട് ചെല്ലുകയാണ്. അവിടെ സാഹചര്യങ്ങളൊന്നും കുഴപ്പമില്ല. കണ്ണനോട് അവൾ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് അറിഞ്ഞതോടെ അല്പം ഭയത്തോടുകൂടി കണ്ണന്റെ ക്യാബിനിലോട്ട് സാഗർ കയറുകയാണ്. തുടർന്ന് കണ്ണൻ സാഗറിനോട് പറയുന്നുണ്ട്, ഇന്ന് സാഗറിന് ആദ്യത്തെ ശമ്പളം കിട്ടുന്ന ദിവസമാണെന്നും അത് തരുന്നത് മഹിയാണെന്നും പറയുമ്പോൾ ഇനി ശമ്പളം കരണത്താണോ കിട്ടുന്നത് എന്ന് ആലോചിച്ചിരിക്കുകയാണ് സാഗർ. തുടർന്ന് കണ്ണൻ പറയുന്നുണ്ട്, ദൈവത്തെ കൂടെ കൂട്ടിയ ആളാണ് മഹി, അതുകൊണ്ട് തന്നെ മഹിയുടെ കയ്യിൽ നിന്ന് ശമ്പളം ലഭിച്ചാൽ നിനക്ക് ഉയർച്ചയാണെന്നും പറയുന്നുണ്ട്. പിന്നീടാണെങ്കിൽ മാർക്കറ്റിൽ നിന്ന് വരുന്ന മഹിയെയാണ് കാണിക്കുന്നത്. മഹാലക്ഷ്മിയാണെങ്കിൽ തന്റെ സംശയം ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടി തന്റെ ഫോണിലുള്ള മേഘന്റെ ഫോട്ടോ ഒരു പെൺകുട്ടിയോട് കാണിച്ച് മേഘനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ആ പെൺകുട്ടിയിൽ നിന്ന് അറിയുന്ന കാര്യങ്ങളെല്ലാം മഹാലക്ഷ്മിയെ കൂടുതൽ ഞെട്ടിക്കുന്നുണ്ട്. കമലേശ്വരത്തെ ജുവല്ലറിയിൽ ജോലി ചെയ്യുന്ന മേഘനാഥൻ സാറാണെന്ന് ആ കുട്ടി പറയുന്നുണ്ട്. പിന്നീട് മേഘനെ കൈയോടെ പിടികൂടണമെന്നും അവന്റെ കള്ളത്തരം കൈയോടെ പിടിക്കണമെന്നും മഹാലക്ഷ്മി മനസ്സിൽ ഉറപ്പിക്കുന്നുണ്ട്. പിന്നീട് ഓഫീസിലെത്തുന്ന മഹാലക്ഷ്മിയാണെങ്കിൽ മേഘേട്ടനെ കാണണമെന്ന ആഗ്രഹം നമ്മുടെ കണ്ണന്റെ മുന്നിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞിട്ട് ചെന്നാലല്ലേ അവൻ മുങ്ങി നടക്കുന്നത്, എന്നാൽ നമുക്ക് പറയാണ്ട് പോകാമെന്ന് നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മിയും കണ്ണനും യാതൊരു മുന്നറിയിപ്പും കൊടുക്കാതെ നമ്മുടെ മേഘന്റെ വീട്ടിലോട്ട് കയറി ചെല്ലുകയാണ്. മഹാലക്ഷ്മിയെ അപ്രതീക്ഷിതമായി അവിടെ കാണുമ്പോൾ ശരിക്കും ഞെട്ടി വിറയ്ക്കുന്നുണ്ട് നമ്മുടെ മേഘനാഥൻ. അവിടെ നിന്ന് മുങ്ങാനോ ഒളിക്കാനോ ഉള്ള സാവകാശം നമ്മുടെ മേഘന് കിട്ടുന്നില്ല. അങ്ങനെ മേഘനാഥന്റെ സകല കള്ളത്തരങ്ങളും നമ്മുടെ കണ്ണന്റെ മുന്നിൽ പൊളിച്ചടക്കുകയാണ് മഹാലക്ഷ്മി. ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം.